അസ്സലാമലൈക്കും. എന്തെല്ലാം എല്ലാവർക്കും സുഖന്നെ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ ഇതിൽ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ കൂടെ മറക്കണ്ട. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈവനിങ്ങിനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു സ്പെഷ്യൽ ഡേ എന്ന്. അപ്പോൾ സ്പെഷ്യൽ ഡേൻ്റെ ആൾ 12 മണി കഴിയും ഫ്രീ ആവാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് രാത്രി അതായത് കുറച്ച് ലേറ്റ് ആക്കിയിട്ട് ഫുഡെല്ലാം ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈസ് ആട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടാറി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ലേറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഒന്ന് ഹോളൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ടായിരുന്നു. അടിച്ചേരി തുടക്കാൻ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് അടിച്ച് വാരിയിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ടെല്ലാം എടുക്കുന്നുണ്ട്. ഇത് കാണാം നല്ല പൊടി ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ. പിന്നെ ആ ചൂലും വന്ന് ഒരു പൊടി പുതിയ ചൂലായതുകൊണ്ട് ഒരു പൊടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ. നോക്കാന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് എന്ത് എത്ര മിനിറ്റ് നോക്കിയിട്ടില്ല. അത് നല്ല വലുതുണ്ട് കേട്ടോ. മാഷാഅല്ലാ നല്ല വലുപ്പുണ്ട്. ഇത് ഈ കളറിന് മാച്ച് ആവില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ എടുക്കുന്നതൊന്നും പറഞ്ഞിട്ടില്ല. അഥവാ എടുക്കുന്നതെന്ന് പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഈ കളർ എടുക്കാനേ പറയുള്ളൂ. കുഴപ്പമില്ല, നല്ലുണ്ട് കളറ്. ഈ ഒരു മാറ്റിൽ ഞാൻ നാട്ടിൽ പോയിനല്ലേ, അപ്പോൾ ഫാദു തിരിച്ച് വന്നല്ലോ. ആ ഒരു ടൈമിൽ മാർക്കൻ സേവിൽ നിന്ന് വാങ്ങിച്ചേട്ടാ. അങ്ങനെ ഓഫർ ഉണ്ടായപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പം കുഴപ്പമില്ല കേട്ടോ കളറ്. ആ ഒരു സോഫമ്മലിട്ട ഒരു പില്ലോ കളറില്ലേ, പില്ലോൻ്റെ കളറ് അതാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല അതിനെ. അപ്പോൾ ഞാൻ ഫാദുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞ് ആ ഒരു കളറില്ലേനും പിന്നെ സിൽവർ ആയിരുന്നുണ്ടായിരുന്നു അറിഞ്ഞിട്ടാ. പിന്നെ ഫാദറിന് ഇഷ്ടപ്പെട്ടല്ലേ, അപ്പം അങ്ങനെ എടുത്ത് നല്ലുണ്ട് കേട്ടോ വിരിച്ചപ്പോൾ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേന്നൊന്ന് കമൻറ്റ് ആക്കാം. അപ്പം അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ടേബിളൊന്ന് സെറ്റാക്കാനുണ്ട്. ഹോളൊക്കെ സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടാ. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്നല്ല കേട്ടോ സ്പെഷ്യൽ ഡേ. ഒക്ടോബർ 7 ഫാദുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കലൊന്നും ഇല്ല കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് എല്ലാം കൊടുക്കലുണ്ട്. പക്ഷേ ഈ ഒരു 7 ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ ഫാദു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് 11-ാം തീയതി ആന്നിട്ടാ. അപ്പം അന്നാണ് ഇതെല്ലാം ചെയ്യുന്നുള്ളത്. അപ്പം ഇന്ന് ഞാൻ കേക്ക് ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ കേൾക്കലുണ്ട്. പക്ഷേ കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ പെട്ടെന്ന് എനിക്ക് സുഖമില്ലായിട്ട് ഞാൻ നാട്ടിൽ പോയിന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ചിട്ട് പ്ലാനെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സുഖമില്ലാതായി ഞാൻ നാട്ടിൽ പോയി. പിന്നെ നമ്മൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഒരു കഫേയിൽ പോയിട്ട് ചെറിയൊരു കേക്കെല്ലാം കട്ട് ചെയ്ത് അത്ര തന്നെ കേട്ടോ. പിന്നെ ഫാദുവിന് പിന്നെ ഇവിടെ ബിസി ആയതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടൊന്നുമില്ലേന്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടേന് ഫാദുവിൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റാ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കേക്കെല്ലാം കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ കേക്കെല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്കെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ല ഒരു റൈസ് ആക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഡ്രസ്സൊന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു തീം കളറ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത്. അപ്പോൾ ആ ഒരു കളറിലുള്ള ഡ്രസ്സ് നമ്മൾ പുതിയത് വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ, നമ്മളടുത്തുള്ള ആ ഒരു കളറ് വെച്ചിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അയൺ ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാൻ ചിക്കനൊന്ന് മസാല തേച്ചിട്ട് വെക്കണം കേട്ടോ.
ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു റൈസ് ഉണ്ടാക്കുക എന്നിട്ടാ ബോൺലെസ് ചിക്കൻ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പം അതെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തണുപ്പെല്ലാം പോയിട്ട് അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ക്യൂബ്സ് പോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളം ചോരാനും വേണ്ടിയിട്ട് കഴുകിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കൊരു മസാല റെഡിയാക്കണം. അതിനായിട്ട് ഇതാ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് തൈര് 2 ടേബിൾ സ്പൂൺ ഇട്ടാ. പിന്നെ ചിക്കന് ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ടായിരിക്കും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു 4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ മല്ലി 1 ടേബിൾ സ്പൂണ്, പിന്നെ 1/2 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ആട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ചിക്കന് കഴുകിയിട്ട് വെള്ളം ഊറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചില്ല മസാല അത് മുഴുവനായിട്ട് 1 ടേബിൾ സ്പൂൺ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി മൊത്തത്തിൽ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ 1 ലെമണിൻ്റെ പകുതി എടുത്തിട്ട് ഒന്ന് അതിൻ്റെ നീരൊഴിച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ലെമൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ചേർത്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ലത് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കട്ടെ. മസാല എല്ലാം നല്ലോണം പിടിക്കട്ടെ. ചിക്കന് മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലത്. ഇനിതാ ഞാൻ അയൺ ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് അയൺ ബോക്സ് ഉണ്ട്. അയൺ ചെയ്യാൻ ഭയങ്കര മടിയിട്ടാണ്. അപ്പോൾ ഞാൻ സ്റ്റീമറുണ്ട് ഇവിടെ. അപ്പോൾ സ്റ്റീമർ ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൽ വെള്ളം നോക്കുമ്പോൾ കുറച്ചുണ്ട്, മാത്രം അത് കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അത് ഇവരൊന്നും യൂസ് ആക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്റ്റീമറിൻ്റെ വെള്ളമെല്ലാം ഒഴിവാക്കിയിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പുതിയ വെള്ളമെല്ലാം എടുത്തിട്ട് അത് ഓണാക്കിയിട്ട് ഇതാ ഞാൻ ഡ്രസ്സെല്ലാം ഒന്ന് സ്റ്റീമാക്കി അയൺ ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഇതില്ലേ നമ്മളെ ചുരിദാറെല്ലാം പറ്റുള്ളൂ കേട്ടോ. അധികം കട്ടിയുള്ള ക്ലോത്തൊന്നും പറ്റൂല ഇതായിട്ട്. പക്ഷേ ഞാനിപ്പോൾ ഫാദുൻ്റെ പാൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഷർട്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ, അത്ര കട്ടിയില്ല, തീരെ കട്ടിയില്ലാത്ത കോട്ടൻ്റെതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ല. പക്ഷേ പാൻറ്റൊന്നും സ്റ്റീം ചെയ്യാൻ പറ്റൂല കേട്ടോ. പിന്നെ നമ്മളെ ഈ ചുരിദാർ പിന്നെ അതേപോലെ തന്നെ ഹബായ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല അബായെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതുപോലെ തന്നെ അയൺ ചെയ്തിട്ട് എടുക്കുക. പിന്നെ അയൺ ബോക്സിൽ ചെയ്യുമ്പം അത് വേറെ തന്നെ, പക്ഷെ കുറേ പണിയാണ്. ഇതിൽ ഇങ്ങനെ കൊളുത്തിട്ടിട്ട് ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ട് എടുക്കാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടതാ. പിന്നെ അപ്പോൾ അതിൻ്റെ പാൻറ്റൊന്നും അധികം ചുളിഞ്ഞിട്ടൊന്നും കേട്ടോ. ജസ്റ്റ് ഞാനൊന്നിങ്ങനെ സ്റ്റീം ചെയ്ത് നോക്കി മാത്രം. കുറച്ചെല്ലാം പോകുന്നുണ്ട്, പക്ഷേ നമ്മൾ കടക്കായിട്ട് അങ്ങനെ അയൺ ബോക്സിൽ ചെയ്യണ അത്ര പോരാട്ടോ. പിന്നെ ഈ ഒരു സ്റ്റീമർ തന്നെ ഒരുപാട് കമ്പനീൻ്റെയും നല്ല ഇതിനെക്കാട്ടി റേറ്റ് കൂടിയതും നല്ല ക്വാളിറ്റി ഉള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ചെറിയ റേറ്റിൻ്റെതാണ് വാങ്ങിച്ചിട്ടുള്ളത്. നെസ്റ്റോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അന്ന് ഓഫറിൽ ഇട്ട ടൈമിൽ അങ്ങനെ വാങ്ങിച്ചതാണ്. ചുരിദാർ കണ്ട നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അയൺ ചെയ്തിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വേർപ്പ് പോലെ സ്റ്റീം ചെയ്യുമ്പം ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവും. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണങ്ങും കേട്ടോ. പക്ഷെ അടിപൊളിയായിട്ട് ഇങ്ങനെ നമുക്ക് ചുരിദാറൊക്കെ അങ്ങനെ അയൺ ചെയ്തിട്ട് എടുക്കാം. പിന്നെ അബായ പിന്നെ ആണുങ്ങളതൊന്നും അങ്ങനെ അയൺ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം റൈസ് ഉണ്ടാക്കട്ടെ. ഞാനൊരു ഫ്രൈഡ് റൈസ് പോലെ ഒരു റൈസായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1 ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം റെഡും എടുത്തിട്ടുണ്ട്, ഗ്രീനും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ റൈസ് ഞാൻ 2 കപ്പാണ് കേട്ടോ എടുക്കുന്നുള്ളത്. അപ്പോൾ റൈസ് ഞാൻ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ട് അട വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് മന്തി ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ റൈസില്ലേ ഒരു അരമണിക്കൂർ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള വെജ് ക്യാബേജും പിന്നെ 2 ഉള്ളി, ചെറിയ ഉള്ളി ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളിയും ഒരു 4-5 എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കട്ടെ. അതെല്ലാം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ലെമണ് ഞാൻ എൻ്റെ അടുത്തില്ല എന്ന് പറഞ്ഞില്ലേനോ, പിന്നെ ഷോപ്പിൽ നിന്ന് ഇവിടെ കൊടുന്ന് തന്നിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞപ്പം അപ്പോൾ അതും അങ്ങനെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചിക്കനിൽ അത് 1 പീസ് എടുത്തിട്ട്, അതായത് ലെമണിൻ്റെ പകുതി മതി കേട്ടോ, കുറച്ചല്ലേ ചിക്കനുള്ളൂ, അതെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ റൈസ് വേവിക്കാനും വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കും തന്നെ ഞാൻ കുറച്ചൊരു സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലും
അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും, കുറച്ച് കൂടുതൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ വെള്ളത്തിനെക്കാട്ടി, അതായത് നമ്മൾ വെള്ളം വെക്കുമ്പോൾ കറക്റ്റ് ഉപ്പിട്ട് കൊടുക്കരുത്, അതിനെക്കാട്ടി കുറച്ച് പൊടി മുന്നിൽ നിൽക്കണം, എന്നാലും ആ റൈസിൽ കറക്റ്റായിട്ട് ഉപ്പുണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കൂടുതൽ ഫ്രൈഡ് റൈസും മന്തിക്കെല്ലാം നമ്മൾ വേവിച്ചിട്ട് ഊറ്റിയിട്ട് ഇങ്ങനെ എടുക്കുന്നല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കട്ടോ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കൂല അരി, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ അതാ ഞാൻ ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് റൈസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ചതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് ഇതാ ചിക്കൻ ഒരു ഭാഗം ആയിട്ടുണ്ടായിരുന്നു, ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസ് ഞാൻ വെന്തോ നോക്കാമെന്ന്. അപ്പം റൈസ് ഇതാ കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടി പോവരുത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കുക. ആ മന്തി ആയാലും ഫ്രൈഡ് റൈസ് ആയാലും എന്തുണ്ടാക്കാനുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം വെക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വേവ് കൂടരുത് കേട്ടോ. കുറച്ച് ഒരു പൊടി കുറഞ്ഞാലും നമുക്ക് ദമ്മിടാം, പക്ഷേ കൂടിപ്പോവരുത് കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ട് പിന്നെ അങ്ങനെ പൊട്ടി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് വേവിൽ തന്നെ ഇങ്ങനെ ഊറ്റിയെടുത്താൽ മതി. റൈസ് ഊറ്റിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കനും പിന്നെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് കറക്റ്റ് വേവിലെടുത്തിട്ടുണ്ട് കേട്ടോ. അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ള പാത്രത്തിലിതാ ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിതാ നമ്മൾ മാറ്റി വെച്ചില്ലേനും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. വെളുത്തുള്ളിയെല്ലാം അതിതാ ബട്ടർ മെൽറ്റായിട്ട് വരുമ്പോഴേ അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ചെറിയൊരു എന്താ പറയുക സ്മെല്ല് വരുന്ന ടൈം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം ഗോൾഡൻ കളർ ആവണ്ട, ചെറിയൊരു കളർ ചേഞ്ച് ആകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയില്ലേ, വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒന്നെടുത്താൽ മതി. ഞാൻ ചെറുതായതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും ഒന്ന് ഇളക്കി ഒരു പച്ചമണം മാറിയാൽ മതി കേട്ടോ. നല്ലോണം വേവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇതാ ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ് അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കട്ടോ. വെജിറ്റബിളെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ മസാല ചിക്കനിൽ പറ്റി വെച്ച് ബാക്കി അവിടെ വെച്ചില്ലേനോ, അതിതാ ഞാൻ ആ വെജിറ്റബിളൊക്കെ ഒരു സൈഡൊക്കെ ആക്കിയിട്ട് ആ ഒരു ബട്ടറിൽ ഞാനൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു മസാല. എന്നിട്ട് പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടതിന് കേട്ടോ. നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തില്ല, ആ ഒരു ടൈമിൽ തന്നെ ബട്ടറിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്, ഞാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പം അതൊന്ന് മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ആ ഒരു പച്ചമണം മാറി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ വെജിറ്റബിളിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു അടുപ്പിൽ തന്നെ ഞാനിതാ ഒരു പാന് വെച്ചിട്ട് അതിൽ ഓംലേറ്റ് ആക്കുന്നുണ്ട്. ഒരു 3-4 മുട്ട എടുക്കുക. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇളക്കുന്നില്ല, എനിക്ക് ചെറിയ പീസ് ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ റൈസിൽ കിട്ടുന്നത്. എനിക്ക് കുറച്ച് വലിയ പീസ് ഇങ്ങനെ കഴിക്കാൻ കിട്ടുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പീസാക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മൾ വേവിച്ച് വെച്ചില്ലേനോ വെജിറ്റബിൾ, അപ്പോൾ അതിലേക്ക് കുറച്ച് റൈസ് ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചില്ല അതും പിന്നെ മുട്ട അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള റൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും പതുക്കെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ റൈസെല്ലാം ഇതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ. സ്പീഡിൽ ഇങ്ങനെ ചെയ്ത് പതുക്കായിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അപ്പം റൈസൊന്നും പൊട്ടിപ്പോവില്ല. കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കണക്കാട്ടി നല്ലത് ഇതുപോലെ ഒന്നിങ്ങനെ കുടഞ്ഞെടുത്താൽ മതി, അപ്പോൾ പൊട്ടിപ്പോവില്ല. പിന്നെ സോയ സോസ് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലോണം കുടഞ്ഞിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. തീ ഞാൻ 1 മിനിറ്റ് ഇങ്ങനെ കത്തിച്ചിട്ടുള്ളായിരുന്നു. എന്നിട്ട് തീ ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ റൈസ് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാ. പിന്നെ ഞാൻ കേക്ക് ഓർഡർ ആക്കിയിരുന്നല്ലോ, കേക്കും അതുപോലെ തന്നെ ബ്രൗണി കേട്ടോ. ബ്രൗണി അവരുടെ സ്പെഷ്യലാണ്. അവർ ഉണ്ടാക്കിയിട്ട് ഒരുപാട് ഫീഡ്ബാക്കെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പേജ് നോക്കിയപ്പം എനിക്ക് ബ്രൗണി കണ്ടപ്പം ഞാൻ ബ്രൗണിയും കൂടെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ക്യൂട്ടായിട്ട് മതി എനിക്കെന്ന്. അപ്പം ഞാനെങ്ങനെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ, ഈ ഒരു പിസ്തപ്പച്ചയും വൈറ്റും കൂടെ ഉള്ള ആ ഒരു കളർ തീമിലാട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ ടേസ്റ്റ് മാഷാ അല്ലാ ഒരു രക്ഷയില്ല കേട്ടോ.
സത്യം പറയുകയാണ് ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക്. അതേപോലെ തന്നെ ബ്രൗണിയും നല്ല ഉണ്ട് കേട്ടോ, വായിലിട്ട് അലിഞ്ഞു പോകാന്നെല്ലാം പറയില്ല, അതുപോലെ തന്നെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അവരെ ഫിനിഷിങ് ആണ് കേട്ടോ, അപ്പോൾ അത് പറഞ്ഞും ചെയ്ത് കേക്ക് നല്ല ഫിനിഷിങ് ഉണ്ടല്ലോ, മാഷാ അല്ലാ അടിപൊളിയായിട്ടുണ്ട് എന്നല്ലോ. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളത് കേക്കി ബേക്കി ഷാർജ എന്നുള്ള ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവരുടെ പേജ് ഇതാ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും, അതായത് ഹസ്ബൻഡാ ആരെങ്കിലുമൊക്കെ നമുക്ക് സർപ്രൈസ് ആക്കിയിട്ട് അവരുടെ ബർത്ത്ഡേക്ക് അതേപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് എത്തിച്ച് കൊടുക്കുന്നല്ലേ. അപ്പോൾ സർപ്രൈസ് ആയിട്ട് അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള നിങ്ങളെങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ തന്നെ അവർ ചെയ്ത് തരും കേട്ടോ. പിന്നെ അവരുടെ പേജ് നിങ്ങൾ ചെക്ക് ചെയ്തൊക്കെ മതി, ഒരുപാട് വെറൈറ്റി ഡിസൈനിലും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ചെറുതായിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പം അതേപോലെ തന്നെ അവർ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ലൊക്കേഷൻസോ സ്പെഷ്യൽ ഈവൻറ്റോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അവരെത്തിച്ച് തരുന്നതാണ് കേട്ടോ. അപ്പം അവരുടെ വാട്സപ്പ് നമ്പറും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗിഫ്റ്റെല്ലാം നിങ്ങൾ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്റ്റ് ആക്കിക്കൊള്ളിട്ടാ. അപ്പം താങ്ക് യു കേക്കി ബേക്കി ഷാർജ, അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. ഡിലീഷ്യസ്. കേക്ക് കഴിക്കാത്തവരും കഴിച്ചു. വാവ് സൂപ്പർ. ഇത് നോക്കല്ല അമ്മോനെ മക്കളെ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. അതിന് ഇഷ്ടമല്ല കേക്കൊന്നും. നമുക്ക് അങ്ങനെ മധുരമൊന്നും കൂടുതൽ ഇഷ്ടമല്ല, പക്ഷെ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. താങ്ക് യു കേക്കി ബേക്കി. അപ്പൊ സൽമാ സാംസ് ബ്ലോക്കിംഗ്. പിന്നെ ദുബായ്, ഷാർജ, അജ്മാൻ ഇവിടെയൊക്കെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഓർഡർ ആക്കിക്കോളിയും. പിന്നെ ഇതാ നമ്മളെ ബ്രൗണി ഇതും നല്ല, ഞാൻ പറഞ്ഞില്ല, നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ലൊക്കേഷനൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ടൊക്കെ നിങ്ങൾ ഓർഡർ ആക്കി കേട്ടോ. ഇഷ്ടപ്പെടും. കഴിച്ച് കഴിയുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കിട്ടുന്നത്. ആദ്യം കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് അറിയില്ല. ബ്രൗണി സൂപ്പർ സൂപ്പർ സൂപ്പർ. രണ്ടും അടിപൊളിയാണ് കേട്ടോ. അവിടുന്ന് ഒരാൾ കൈയാട്ടുന്നത് ഗൈസ്, വായിൽ വെള്ളം വന്നിട്ട്. രണ്ടും ഒരു രക്ഷയില്ലാത്ത സാധനം. അപ്പോ ഇത് നമുക്ക് അയച്ചിട്ടുള്ളത് സൽമ സാംസ് എന്ന് പറയുന്ന കേക്കി ബേക്കി ഷാർജ എന്ന് പറയുന്ന പേജ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ എല്ലാം വരുമ്പോ അവരെ കോണ്ടാക്ട് ആക്കിയാൽ മതി. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അടിപൊളി പ്രസന്റേഷൻ ആണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആവശ്യമുള്ളവർ ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ അടിപൊളിയാണ്, പിന്നെ ടേസ്റ്റിന്റെ കാര്യത്തിലും ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നിങ്ങളിപ്പോ എവിടെ കേക്ക് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പേജിൽ പോയി അവരെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക. ഓക്കെ, അപ്പോ താങ്ക് യു സൽമാ സാംസ്. അപ്പോ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഒന്നും കൂടെ പറയാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടിപൊളി വ്ളോഗ്സും അതുപോലെ റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം. ഇത് സിമ്പിളായിട്ടുള്ള ഒരു റൈസ് ഉണ്ടാക്കിയതാണ് കേട്ടോ, വേറെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ട. പിന്നെ ഫാദു ബീഫ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതിനിട്ട് വരുമ്പോൾ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇൻഷാല്ലാ ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.